കോരേഷിനെപ്പോലെ ഒരാൾ വേണം. റെസ് പഹ്ലവിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഇറാൻ ക്രിസ്ത്യൻ നേതാക്കൾ. ടെഹ്റാൻ. ഇറാൻ യുദ്ധപോർക്കളത്തിൽ പൊരുത്തുന്നതിനെ ഇറാനിലെ അവസാനത്തെ ഷായുടെ മക്കനും നാടുകടത്തപ്പെട്ട കിരീടാവകാശിയുമായ റെസ് പഹ്ലവിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യത്തെ 200-ലധികം ക്രിസ്ത്യാനികൾ രംഗത്തെത്തി. വിവിധ സഭകളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഉള്ള ക്രിസ്ത്യൻ നേതാക്കൾ അവരുടെ പ്രസ്താവനയിൽ ഞങ്ങൾ ഇറാൻ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് വിശ്വസിക്കുന്നതായി പറഞ്ഞു. രാജ്യം അതിന്റെ ഏറ്റവും നിർണായക നിമിഷങ്ങളിൽ ഒന്നിലാണെന്നും പറഞ്ഞു. സമീപ മാസങ്ങളിൽ ഇറാനിലെ സർക്കാരിനെതിരെ മാരകമായ പ്രക്ഷോഭങ്ങൾ നടത്തി. സുരക്ഷാസേനയുടെ ആക്രമണത്തിൽ 10,000-കണക്ക് ആളുകൾ കൊലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇറാനിയൻ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും രാജ്യത്തിന് ഗുരുതരമായ ദോഷം വരുത്തിവെക്കുന്നുവെന്നും നേതാക്കൾ അവരുടെ പ്രസ്താവനയിൽ ആരോപിച്ചു. 1979 ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം ഇറാനിയൻ ജനതയുടെ മേൽ ചുമത്തിയ കുറ്റകൃത്യങ്ങൾ കാരണം സർക്കാരിനെല്ലാ ധാർമ്മിക, ദേശീയ, അന്തർദേശീയ നിയമസാധുതയും നഷ്ടപ്പെട്ടുവെന്നും ഭരണമാറ്റം ആവശ്യമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ ദേശീയ ഐക്യദാർഢ്യം, ഉത്തരവാദിത്വമുള്ള നേതൃത്വം, ജ്ഞാനത്തിലും യുക്തിയിലും അധിഷ്ഠിതമായ ഒരു പരിവർത്തനമെന്നിവ ആവശ്യമാണ്. അതിനാൽ കിരീടാവകാശി റെസ് പഹ്ലവിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവർ പറഞ്ഞു. ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന പേർഷ്യൻ രാജാവായ കോരേഷിനെ പ്രസ്താവനയിൽ പരാമർശിക്കുന്നു. ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് യഹൂദന്മാരെ മോചിപ്പിച്ച് യെരുശലേം ദൈവാലയം പുനർനിർമ്മിക്കാനുള്ള ഉത്തരവ് നൽകിയത് കോരേഷാണ്. എസ്രാ 1-2 അധ്യായങ്ങൾ. ആധുനിക പേർഷ്യൻ രാഷ്ട്രമായ ഇറാൻ കോരേഷിന്റെ കാലഘട്ടം പോലെ വീണ്ടും അതിലെ ജനങ്ങൾക്കും അയൽക്കാർക്കും പ്രത്യാശയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സന്ദേശവാഹകരാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവാകുന്ന സത്യദൈവത്തിന് തകർന്ന ഹൃദയങ്ങൾക്ക് ഉന്മേഷവും രോഗശാന്തിയും നൽകാൻ കഴിയും എന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സമാധാനവും രോഗശാന്തിയും നമ്മുടെ രാജ്യത്തിന്മേൽ ഉണ്ടാകട്ടെ പ്രസ്താവനയിൽ പറയുന്നു.